നമസ്കാരം. വീടുകളെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും മലപ്പുറത്തിൻ്റെ മണ്ണിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്താണ്. എൻ്റെ പുറകിൽ കാണുന്ന കൊളോണിയൽ സ്റ്റൈലിൽ കാണുന്ന വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഹോം ടൂർ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന നല്ല വീടുകളെ ഇഷ്ടപ്പെടുന്ന എല്ലാ മലയാളികൾക്കും മൈ ബെറ്റർ ഹോമിൻ്റെ ഹോം ടൂർ വീഡിയോയിലേക്ക് സ്വാഗതം. കോമ്പൗണ്ട് വാളിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മെഹഫിൽ വില്ല എന്നാണ് വീടിന് പേര് വെച്ചിരിക്കുന്നത്. സുഹൈൽ റമീഷ ദമ്പതികളുടെ വീടാണ് ഈ മതിൽക്കെട്ടിനപ്പുറം നമുക്ക് കാണാൻ സാധിക്കുക. ഇതേപോലെ സ്ലൈഡിംഗ് ഗേറ്റ് ആണ് വീടിൻ്റെ ഫ്രണ്ടിൽ നൽകിയിരിക്കുന്നത്. കോബിൾ സ്റ്റോണുകൾ നൽകിയിരിക്കുന്നു. ഇങ്ങനെ ഒരു ചെറിയൊരു സ്ലോപ്പ് കാർ പോർച്ചിലേക്ക് വരുന്നുണ്ട്. നേരെ വണ്ടി കയറി വരുന്നത് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. ഒരു കൊളോണിയൽ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിൻ്റെ റൂഫിൽ നിരവധിയായിട്ടുള്ള ഗേബിൾ റൂഫിങ്ങുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സെറാമിക് ഫ്ലാറ്റ് റൂഫ് ടൈലുകളായിട്ട് നൽകിയിരിക്കുന്നത്. ഒരു ഓഫ് വൈറ്റ് തീമിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിന് തടിച്ച പില്ലറുകളാണ് നൽകിയിരിക്കുന്നത്. പില്ലറുകളിൽ നിറയെ ക്ലാഡിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ഒരു എലിവേഷൻ ഡിസൈനാണ് ഈ വീടിന് ആദ്യം എടുത്തു പറയേണ്ട ഒരു പോയിന്റ്. മനോഹരമായിട്ടുള്ള വീടുകളെ സ്നേഹിക്കുന്ന എല്ലാ ആളുകളും ആദ്യം കാണുന്ന സമയത്ത് ഒന്ന് നോട്ടീസ് ചെയ്യുന്ന തരത്തിലാണ് ഈ ഒരു വീടിൻ്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് മുറ്റാണ് ഈ വീടിന് ലഭിക്കുന്നത്. ഏതാണ്ട് ഒരു 6 മീറ്ററാണ് തറയിൽ നിന്ന് നമുക്ക് ആ കോമ്പൗണ്ട് വാളിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് അവൈലബിൾ ആവുന്നത്. ആ ഒരു സ്ഥലങ്ങളിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ സ്റ്റോൺ ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ബാംഗ്ലൂർ സ്റ്റോൺ മുറ്റത്ത് വിരിച്ചിരിക്കുന്നു. അതിനിടയിൽ തന്നെ ചെറിയ രീതിയിലാണെങ്കിലും സോഫ്റ്റ് സ്കേപ്പുകളായിട്ടുള്ള പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഫർണിച്ചറുകൾ വരുന്നുണ്ട്. ഈ ഭാഗത്തേക്കൊക്കെ വരികയാണെങ്കിൽ ബോൺസായി പ്ലാന്റുകൾ പോലെയുള്ള പ്ലാന്റുകൾ നൽകി മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട്. റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെ വീടായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വാഹനങ്ങളുടെയൊക്കെ ശബ്ദം ഈ വീട്ടിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിൻഡോസ് എല്ലാം UPVC വിൻഡോസ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറിയിട്ട് മറ്റുള്ള കാര്യങ്ങളൊന്ന് കാണാം. ഇതാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നത്. ഒരു മിനിമം സ്പേസ് ആണ് സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്. ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു കയറുന്ന ഭാഗത്ത്. ബാക്കിയുള്ള ഭാഗത്തൊക്കെ ടൈലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ചെയറാണ്. നല്ല സോളിഡ് വുഡിൽ ചെയ്തിട്ട് നമ്മൾ പഴയ കാലത്തൊക്കെ ഉപയോഗിക്കുന്ന സ്ട്രിങ്ങുകളില്ല, ആ സ്ട്രിങ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ചെയറാണ് ആ സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്. ഒരു സെൻറ്റർ ടേബിളും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് ഡോർ ഡിസൈൻ വരുന്നത്. സിംഗിൾ ഡോർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ഗ്രൂസ് ആണ് ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈൻ നൽകിയിരിക്കുന്നത്. തേക്കിലാട്ടോ ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള നല്ല തേക്കിലാണ് ഈ ഒരു ഫ്രണ്ട് ഡോർ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ അകത്തേക്ക് കയറിയാൽ ഇൻറ്റീരിയർ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞെട്ടും. നമുക്കൊന്നിച്ച് ഇൻറ്റീരിയർ ഒന്ന് വിസിറ്റ് ചെയ്യാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ കയറി വരുന്നത് ഒരു ഫോയർ സ്പേസിലേക്കാണ്. ഒരു പാസേജ് സ്പേസ് എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ ആണ് ആദ്യം വരുന്നത്. അതിങ്ങനെ നേരെ വരുന്നത് ലിവിങ്ങിലേക്കുള്ള ഡോറിലാണ്. ലിവിങ്ങിന് ഒരു സെപ്പറേറ്റ് ഡോറൊക്കെ നൽകിയിട്ട് ഒരു ഫോർമൽ ലിവിങ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഒരു ന്യൂട്രൽ തീമിൽ ചെയ്തിരിക്കുന്ന ഒരു ലിവിങ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സോഫയ്ക്കും കർട്ടനും വാളിലൊക്കെ നൽകിയിരിക്കുന്നത് ന്യൂട്രൽ കളേഴ്സാണ്. നല്ല ഭംഗിയുള്ള ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു സെൻറ്റർ ടേബിൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ വാൾ പാനലിങ് ചെയ്തിരിക്കുന്നു. 2 ഭാഗത്തും ഇതേപോലെ ഒരു ഡാർക്ക് തീം, സെൻറ്ററിലൊരു റസ്റ്റിക് ഫിനിഷ് ലാമിനേറ്റിലും ചെയ്ത് TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഓവറോൾ ഈ വീടിൻ്റെ കളർ കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇൻറ്റീരിയറിൽ ഇനിയും ഒരുപാട് കാഴ്ചകൾ ഈ വീട്ടിൽ നിങ്ങളെ കാണിച്ചു തരാനുണ്ട്. അതിനു മുമ്പ് ഈ വീട്ടിൽ പ്രവർത്തിച്ചിട്ടുള്ള ആർക്കിടെക്റ്റിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. നല്ല ഭംഗിയിൽ ഈ വീട് സെറ്റ് ചെയ്തിരിക്കുന്നത് ചെറുപ്പക്കാരനായിട്ടുള്ള യങ് ആയിട്ടുള്ള ആർക്കിടെക്ട്സ് ആണ്. MR അസോസിയേറ്റ്സ്. പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റ് ആയിട്ടുള്ള മുഹമ്മദ് റഷീഖാണ് ഈ വീടിൻ്റെ പ്ലാനിങ്, അതിൻ്റെ സിവിൽ കൺസ്ട്രക്ഷൻ, ഇൻറ്റീരിയർ ഡിസൈൻ, അതിൻ്റെ എക്സിക്യൂഷൻ, ഫൈനൽ ഫിനിഷിംഗ് തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് വർക്കുകൾക്കും നേതൃത്വം നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ വീടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കൊമേഴ്ഷ്യൽ ഷോപ്പുകൾക്കോ നല്ലൊരു ആർക്കിടെക്റ്റിനെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ആർക്കിടെക്ചറൽ കൺസൾട്ടൻസി സർവീസുകൾക്ക് വേണ്ടിയിട്ട് ബന്ധപ്പെടാവുന്ന നല്ല ക്രെഡിബിലിറ്റി ഉള്ള സ്ഥാപനമാണ് MR അസോസിയേറ്റ്സ് എന്ന് പറയുന്നത്. അവരുടെ കോൺടാക്ട് നമ്പറും മറ്റു ഡീറ്റെയിൽസും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകുന്നതായിരിക്കും. അവർ ചെയ്യുന്ന സർവീസുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ കൊടുക്കുന്നുണ്ടാവും. ആദ്യം നമുക്ക് ഈ ഒരു വീട് ഫുള്ളായിട്ടൊന്ന് നടന്ന് കണ്ടാലോ. ലിവിംഗ് ഇനി നമ്മൾ നോക്കുന്നത് ഡൈനിങ് സ്പേസ് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ 2 സ്റ്റെപ്പുകളുടെ ഉയരത്തിലാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ലാൻഡിൻ്റെ ടോപ്പോഗ്രഫി അങ്ങനെയാണ്. 2 തട്ടിലാണ് ലാൻഡ് നിൽക്കുന്നത്. സോ പ്ലാനിങ്ങും അതേ രീതിയിൽ തന്നെ ചെയ്തു വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ 2 തട്ടിലൊക്കെ വീട് വയ്ക്കുന്ന ആളുകൾക്ക് ഇതേ രീതിയിലുള്ള ഒരു സ്റ്റൈലൊക്കെ ചെയ്യാവുന്നതാണ്. ഇവിടെ ഇതേപോലൊരു ഡൈനിങ് ടേബിൾ സെറ്റാണ് നൽകിയിരിക്കുന്നത്. വൈറ്റ് കൗണ്ടർ ടോപ്പ് നൽകി ഗ്രേ ഫിനിഷിൽ വരുന്ന ചെയറൊക്കെ നൽകിയിട്ട് ഇമ്പോർട്ടഡ് ഫിനിഷുള്ള ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഭംഗിയുള്ള ആ ഒരു ഡെക്കോർ ഐറ്റംസ് ആണ് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഇതേപോലെ ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. പുറത്ത് ഫോയർ സ്പേസ് ആണ്. ഫോയർ സ്പേസും ഈ ഒരു ഡൈനിങ് സ്പേസും തമ്മിലുള്ള ഒരു സെപ്പറേഷൻ അത് ഈ പാർട്ടീഷൻ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം മെറ്റൽ ഷീറ്റാണ്.
മെറ്റൽ ഷീറ്റ് ഭംഗിയായിട്ട് CNC കട്ട് ചെയ്ത് വെൽഡ് ചെയ്തിട്ടാണ് ഈ ഒരു പാറ്റേണിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇതേപോലെ പ്ലാന്റ് കൊടുത്ത് നല്ല ഭംഗിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഡൈനിങ് ടേബിളിനെ സംബന്ധിച്ചിടത്തോളം ഡൈനിങ് ടേബിളിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടുത്തെ ഒരു പാസേജ് ഏരിയ ഉണ്ട്. ഈ പാസേജ് ഏരിയയുടെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന നിഷ ഏരിയ ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ചാർക്കോൾ പാനലുകളാണ്. ഇത് വെനീർ ചെയ്തിരിക്കുകയാണ്, WPCയുടെ മുകളിൽ വെനീർ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭിത്തിയോട് ചേർന്ന് നിന്നാലും ചെതൽ പിടിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യൂല. WPC ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു അറബിക് കാലിഗ്രഫി ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട്, ഒരു മോഡേൺ ഫീൽ ഈ ഒരു കാലിഗ്രഫിക്ക് ലഭിക്കുന്നുണ്ട്. അതിലേക്ക് ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്രൊഫൈൽ ലൈറ്റ് നൽകിയിരിക്കുന്നു. എൻ്റെ സീലിങ്ങിൽ ഈ ഭാഗത്തും ഇതേപോലെ വെനീർ ഫിനിഷ് നൽകിയിട്ട് അതിൽ പ്രൊഫൈൽ ലൈറ്റിംഗ് നൽകിയിട്ടുണ്ട്. ഒരു കൊളോണിയൽ എലവേഷൻ പാറ്റേണിൽ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഡൈനിങ് സ്പേസിൽ നിന്നും സീലിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ചെരിഞ്ഞു നിൽക്കുന്ന ഒരു സീലിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. വൈറ്റ് കളറിൻ്റെ പ്യൂരിറ്റിയും വുഡൻ കളറിൻ്റെ ലക്ഷറിയും ചേർന്നിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അതിൽ മനോഹരമായ ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ട് ഈ ഒരു സ്പേസ് ഫില്ല് ചെയ്യാൻ ആർക്കിടെക്റ്റിന് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ചുവരുകളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ വുഡൻ വെനീർ ബോർഡറുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിനോട് ചേർന്ന് തന്നെ നല്ല ഭംഗിയുള്ള കർട്ടൻ പാറ്റേൺ ഇവിടെ നൽകിയിരിക്കുന്നത് കാണാം. ഈ കൊടുത്തിരിക്കുന്നത് ഷിയർ കർട്ടൻ ആണ്. ഈ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ഔട്ട് കർട്ടൻസ് ആണ്. ഓരോ ഫാബ്രിക്കും നമുക്ക് തൊടുന്ന സമയത്ത് തന്നെ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. ഈ ഒരു ഫാബ്രിക് തൊടുമ്പോൾ സമയത്ത് തന്നെ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കർട്ടൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഡൈനിങ് ടേബിളിനോട് ചേർന്ന് തന്നെയാണ് വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉപയോഗിച്ചിട്ട് വളരെ മനോഹരമായിട്ട് വാഷ് ബേസിന് സെറ്റ് ചെയ്യാൻ ആർക്കിടെക്റ്റിന് സാധിച്ചിട്ടുണ്ട്. കൊറിയൻ ടോപ്പാണ് കൗണ്ടർ ടോപ്പായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ടെക്സ്ചർ ഫിനിഷുള്ള ലാമിനേറ്റ് ആണ് ബാക്കിൽ നൽകിയിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു മിറർ വെച്ചിരിക്കുന്നു, ബാക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നു, സൈഡിൽ വെനീർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. എലഗൻ്റ് ആയിട്ടുള്ള ഒരു വാഷ് ബേസിന് ഔട്ട്പുട്ടായിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എലമെൻറ്റുകൾ ഉപയോഗിച്ച് വളരെ മിനിമൽ ആയിട്ടുള്ള ഡിസൈനുകൾ കൊണ്ടുവരുന്ന സമയത്ത് ഒരു കാലത്തും ട്രെൻഡ് ഔട്ട് ആവാതെ നമ്മുടെ ഇൻറ്റീരിയർ അതേ ഭംഗിയിൽ നിലനിൽക്കുന്നുള്ളതാണ് ഇത്തരം ഡിസൈനുകളുടെ പ്രത്യേകത. സ്റ്റെയർ കേസിനോട് ചേർന്ന് തന്നെ എൻ്റെ പുറകു ഭാഗത്താണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലെ ബെഡ്റൂമുകളൊക്കെ ഒരു മീഡിയം സൈസാണ് നൽകിയിരിക്കുന്നത്. നമ്മളിങ്ങനെ നേരെ കടന്നു വരുന്ന സമയത്ത് വലതു ഭാഗത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നു. ഇടത് ഭാഗത്ത് ഇങ്ങനെ ഫുള്ളായിട്ട് വാർഡ്രോബാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് വാർഡ്രോബിലേക്കുള്ള വ്യൂ അടിപൊളിയാണ്. ഞാനൊന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഈ ഒരു കോട്ട് കാണാം. കിങ് സൈസിൽ നൽകിയിരിക്കുന്ന ഒരു കോട്ടാണ് ഈ ഒരു റൂമിൽ നൽകിയിരിക്കുന്നത്. റൂമിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 12x13 360 390 ആണ് ബെഡ്റൂമിന് സൈസ് നൽകിയിരിക്കുന്നത്. 2 സൈഡ് ടേബിളുകൾ നൽകിയിരിക്കുന്നു. ഒരു റസ്റ്റിക് ഫിനിഷുള്ള പാനലിംഗ് ആണ് വാളിൽ നൽകിയിരിക്കുന്നത്. അതിൽ ഗോൾഡൻ ബീഡിങ്ങുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ ഭാഗത്ത് വലിയൊരു വിൻഡോ വരുന്നത് കൊണ്ട് ഫുൾ ഹൈറ്റിൽ കർട്ടൺ ആണ് ചെയ്തിരിക്കുന്നത്. നേരെ മുന്നിൽ വലിയൊരു മിറർ നൽകിയിരിക്കുകയാണ്. ഫുൾ ഹൈറ്റിൽ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫുൾ ഹൈറ്റ് മിററാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ആ വാർഡ്രോബിൻ്റെ ഫുൾ ഫിനിഷ് നമുക്ക് കാണാൻ സാധിക്കും. അറ്റാച്ച്ഡ് ആയിട്ട് ഒരു സ്റ്റഡി ടേബിൾ ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. വുഡൻ വെനീർ ഫിനിഷ് ആണ് ആ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. വാർഡ്രോബിന്റെ ഫിനിഷിംഗ് സർഫസിൽ നിന്നും ഒരു 4 ഇഞ്ച് പുറത്തോട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒരു ബോർഡർ വെനീറിൽ തന്നെ ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഈ ഒരു യൂണിറ്റ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. കോമ്പാക്റ്റ് ആയിട്ട് മോഡേൺ ആയിട്ട് ഈ ഒരു വാളിനോട് ചേർന്നിരിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് ഈ ഭാഗത്താണ് ബെഡ്റൂമിൻ്റെ ഡോറ് നൽകിയിരിക്കുന്നത്. പുറകിൽ കാണുന്നത് കിച്ചണിലേക്കുള്ള ആക്സസ് ആണ്. വാളിൽ ഇതേപോലെ ഒരു വാൾ പിക്ചർ നൽകിയിട്ടുണ്ട്. ബെഡ്റൂമുകളുടെയൊക്കെ ഡോറുകൾ നമുക്കൊന്ന് എടുത്ത് പറയേണ്ടതുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള മോഡേൺ ഗ്രൂസ് ആണ് ബെഡ്റൂം ഡോറുകളിൽ നൽകിയിരിക്കുന്നത്. തേക്ക് മരത്തിലാണ് ഡോറുകളൊക്കെ പണിതിരിക്കുന്നത്. ഇതേപോലെ ഫുൾ ഫ്രെയിം ആയിട്ടാണ് ഡോർ ഫ്രെയിം സെറ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഇതിൻ്റെ പകുതിയല്ലേ കാണുള്ളൂ. ഇവിടെ ഫുൾ ഫ്രെയിം ആയിട്ടാണ് ഡോർ ഫ്രെയിമുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഡോർ ഫ്രെയിമുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേപ്പ് കണിയും കഴിഞ്ഞ് ടൈലിട്ടതിനും കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടുത്തെ ഡോർ ഫ്രെയിമുകളൊക്കെ ഉറപ്പിച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ കല്ലിൻ്റെ പടവിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡോർ ഫ്രെയിമുകളൊക്കെ വെക്കാറുണ്ട് അല്ലേ. എന്നാൽ ഈ വീട്ടിൽ പടവും കഴിഞ്ഞ് ലിൻഡലും കഴിഞ്ഞ് അതിന് ശേഷമാണ് ടൈല് വർക്കിന് ശേഷം കൃത്യമായിട്ട് ഇത് പിടിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അടിയിൽ വരുന്ന ഫിനിഷിങ്, ഈ സൈഡിൽ വരുന്ന ഫിനിഷിംഗ് ഒക്കെ പിന്നീട് നമുക്ക് വുഡിൽ തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാൻ സാധിക്കുന്നുള്ളതാണ് പ്രത്യേകത. ഒരു കോമ്പാക്ട് സൈസിലുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 10 അടി മാത്രമാണ് വീതി വരുന്നത്, അതായത് 3 മീറ്റർ ആണ് വീതി വരുന്നത്. 12 അടിയാണ് നീളം വരുന്നത്, 3.6 ആണ് നീളം. അതിൽ ഒരു ക്യൂൻ സൈസ് ബെഡാണ് നൽകിയിരിക്കുന്നത്. 5 അടി കട്ടിൽ എന്ന് പറയാം അല്ലേ. 2 സൈഡിലും സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. ഇതേപോലെ ഒരു റസ്റ്റിക് ഫിനിഷ് വരുന്ന ഒരു പാനലിംഗ് ആണ് വാളിന് നൽകിയിരിക്കുന്നത്.
ആ ഭാഗത്തൊരു സ്റ്റഡി ടേബിൾ നൽകിയിരിക്കുന്നു. അതിന് ഒരു അണ്ടർ ക്യാബിനറ്റ് ലൈറ്റും നൽകിയിട്ടുണ്ട്. സിമ്പിളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗസ്റ്റ് ബെഡ്റൂമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു വാർഡ്രോബ് ഏരിയ നൽകിയിട്ടുണ്ട്. ഈ ഒരു വാളിൽ ചേർന്നിട്ടാണ് വാർഡ്രോബ് ഏരിയ. മുകളിൽ ലോഫ്റ്റ് കൊടുത്തുകൊണ്ട് നല്ല സ്റ്റോറേജ് യൂണിറ്റ് ഇതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. വുഡൻ പ്ലസ് ഗ്രേ കോമ്പിനേഷനാണ് വാർഡ്രോബിന് നൽകിയിരിക്കുന്നത്. തൊട്ട് ബാക്കിൽ തന്നെ ഒരു വലിയ മിറർ നൽകിയിരിക്കുന്നു. ഒരു ഓവൽ ഷേപ്പിലാണ്, ഒരു എലിപ്സ് ഷേപ്പിലാണ് മിറർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്ക് ലൈറ്റ് കൊടുത്ത് ഭംഗിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ബാത്റൂം ഡോറുകൾ നൽകിയിരിക്കുന്നത്. ഈ വീട്ടിലെ ബാത്റൂം ഡോറുകളൊക്കെ ക്യൂബിന്റെ FRP ഡോറുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ കിച്ചൺ കം വർക്ക് ഏരിയ ആണ്. കിച്ചണും വർക്ക് ഏരിയയും ഇതേപോലൊരു ഓപ്പൺ സെപ്പറേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫോർമൽ കിച്ചണിലാണ്. കൗണ്ടർ ടോപ്പൊക്കെ കൊറിയൻ ടോപ്പ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന, സിങ്കുകളൊക്കെ ഇതേപോലെ കോഡ്സിന്റെ സിങ്കുകൾ നൽകിയിരിക്കുന്ന നല്ലൊരു പ്രീമിയം സ്റ്റൈലിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫോർമൽ കിച്ചണാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്താണ് വർക്ക് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള 3 ഹൈ ചെയർ ആണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് നൽകിയിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ മുകളിൽ ഇതുപോലെ പ്രൊഫൈൽ ലൈറ്റിംഗ് നൽകിയിരിക്കുന്നത്. നല്ല രസമുണ്ട് ഈ ഒരു ആംബിയൻസ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് കിച്ചണിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വുഡൻ പ്ലസ് ഗ്രേ ആംബിയൻസ് ആണ് കിച്ചണ് നൽകിയിരിക്കുന്നത്. പൂർണ്ണമായിട്ടും WPCയിലാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. എല്ലാ ക്രോക്കറി ഷെൽഫിനും അകത്ത് ലൈറ്റ് കൊടുത്തുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് പാത്രങ്ങളൊക്കെ അതിനകത്ത് വെച്ച് കാണാൻ വേണ്ടിയിട്ട്. ഓപ്പോസിറ്റ് വാള് ഫുള്ള് സ്റ്റോറേജ് കൊടുത്തിരിക്കുകയാണ്. ഇനി വീട്ടിൽ സ്റ്റോറേജ് ഇല്ലാന്ന് വീട്ടുകാർക്ക് ഒരു പരാതി ഉണ്ടാവില്ല. ഇവിടെ മുഴുവൻ സ്റ്റോറേജ് ആണ്. ഈ കാണുന്നത് മുഴുവൻ സ്റ്റോറേജ് നൽകിയിരിക്കുന്നു. മാത്രമല്ല ഇവിടെ ഇതേപോലെ ടോൾ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല പാൻട്രി ബാസ്ക്കറ്റുകളൊക്കെ വെച്ചിട്ട് ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. ഹെറ്റിച്ച് എന്ന് പറയുന്ന ബ്രാൻഡിലാണ് ഈ ഒരു പാൻട്രി ബാസ്ക്കറ്റുകളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നത്. ഓവൺ OTG ഇതാ ഇവിടെ നൽകിയിരിക്കുന്നു. ഇതേപോലെ ക്രോക്കറി ഷെൽഫ് ഉണ്ട്. അപ്പോൾ നല്ല നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് നമുക്കിതിൽ എടുത്തു വയ്ക്കാം. അതിൻ്റെ അകത്ത് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രിഡ്ജ് വരുന്നുണ്ട്. ഫ്രിഡ്ജിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഡെക്കോർ ഐറ്റംസ് വെക്കാനൊരു സ്ഥലം കൊടുത്തിരിക്കുന്നു. ഈ കയറുന്ന പാസേജിൽ ഇതേപോലെ ഒരു ഷെൽഫ് കൊടുത്തിരിക്കുന്നു. ഇതാണ് വർക്ക് ഏരിയ സ്പേസ്. വർക്ക് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് അലുമിനിയം കിച്ചണാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിച്ചണാണ് അലുമിനിയം കിച്ചൺ. അതിൽ അക്രിലിക് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതൊക്കെ അക്രിലിക് ലാമിനേറ്റ്സ് ആണ്. അതും അലുമിനിയം പ്രൊഫൈൽ ഉപയോഗിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടില്ലേ. ചെറിയൊരു ബോർഡർ ഉണ്ടാവുന്നേ ഉള്ളൂ. ബാക്കി നല്ല രസത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നോർമൽ നമ്മുടെ ഗ്രാനൈറ്റ് ആണ് ഇവിടെ കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത്. നോർമൽ സിങ്കുകളൊക്കെയാണ് വർക്ക് ഏരിയയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു വിറകടുപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തും ഇതേപോലെ WPC ലൂവറുകൾ കൊടുത്തിട്ട് ആ ഒരു കൗണ്ടർ ടോപ്പ് മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വുഡും വൈറ്റും വരുന്ന സമയത്ത് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ. ഇതുപോലൊരു കിച്ചൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും നമ്മുടെ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകൾക്കും. അവർക്ക് ഈ കിച്ചൻ്റെ സൈസ് എത്രയാണെന്ന് അറിയേണ്ടി വരും. ഒരു 13-14 അടി സൈസ് ഉണ്ടെങ്കിൽ, 13 അടി വീതിയും 14 അടി നീളം ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് കിച്ചൺ ചെയ്യാം. L ഷേപ്പിൽ തന്നെ നമുക്ക് ക്യാബിനറ്റ് അടിക്കാം. ആ ഒരു വാള് മുഴുവനായിട്ട് നമുക്ക് സ്റ്റോറേജ് ആക്കാനും സാധിക്കും. നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ കാണും. വർക്ക് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഒരു 10 അടി വീതിയും ഒരു 15 അടി നീളവും അവിടെയും ആവശ്യമായിട്ട് വരും. സ്റ്റെയർ കേസിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെയർ കേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഗ്ലാസ് ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നു. ടഫൻഡ് ഗ്ലാസ് ആണ് അതിനുവേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് റെയിൽ ഇതേപോലെ വുഡൻ ആണ് നൽകിയിരിക്കുന്നത്. നമ്മൾ ചവിട്ടുന്ന ഭാഗത്തും ടീക്ക് വുഡ്, തേക്ക് മരമാണ് അവിടെ ട്രെഡ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി വന്നാൽ ഇതേപോലെ ഒരു ലാൻഡിങ് ഏരിയയിലേക്കാണ് വരുന്നത്. ഇവിടെ ഒരു UPVC വിൻഡോ നൽകിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള നാച്ചുറൽ ലൈറ്റ് ഇതിലൂടെ വീടിനകത്തേക്ക് ലഭിക്കുന്നുണ്ട്. സ്റ്റെയർ കേസ് കയറി നമ്മൾ വരുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഒരു പാസേജ് സ്പേസ് ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലൂടെ നമുക്ക് നമ്മളുടെ ടെറസ് ഏരിയയിലേക്ക് എക്സിറ്റ് ആവാൻ സാധിക്കും. ഇവിടെ നമ്മുടെ ബാൽക്കണി ഏരിയയിലേക്കുള്ള പാസേജ് ആണ്. ഇവിടെ ഇതേപോലെ ഗ്ലാസ് ഹാൻഡ് റെയിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുകയാണെങ്കിൽ ഡൈനിങ് ടേബിളിലേക്കുള്ള ഒരു ഏരിയൽ വ്യൂ ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. അപ്സ്റ്റെയറിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. അതിൽ ആദ്യത്തെ ബെഡ്റൂം ഇതാ ഈ ഭാഗത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം നിങ്ങളെ കാണിക്കുന്നതിന് മുമ്പ് ഈ ഒരു ഷെൽഫ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തട്ടെ. പൂർണ്ണമായിട്ടും മെറ്റൽ ഷീൽഡിൽ വെൽഡ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഷെൽഫാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ പെർഫെക്ഷനോടുകൂടി തന്നെ വെൽഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ആ ഒരു വെൽഡിങ് പണിക്കാരന് നമുക്കൊരു ഹാറ്റ്സ് ഓഫ് കൊടുക്കുക തന്നെ വേണം. ആർക്കിടെക്റ്റിന് പ്രത്യേകിച്ചും നല്ല പണിക്കാരനെ കണ്ടെത്തിയിട്ട് ഇതുപോലൊരു ആ ഒരു ആർട്ട് ഇവിടെ ചെയ്തു വെക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ആർക്കിടെക്റ്റിനും തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നതാണ്. അപ്സ്റ്റെയറിൽ 2 ബെഡ്റൂമുകളും ഒരു നോർമൽ മീഡിയം സൈസ് ബെഡ്റൂമുകളാണ്. 12-13 സൈസ് എന്ന് പറയാം. 13 അടി ഇതേപോലെ നീളം ഉണ്ടാവും, 12 അടി വീതിയാണ് ഉണ്ടാവുക. കിങ് സൈസിൽ ഒരു കോട്ട് വരുന്നുണ്ട്. 2 സൈഡിലും സൈഡ് ടേബിൾ വരുന്നുണ്ട്. വാൾ പാനലായിട്ട് ലാമിനേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു വാർഡ്രോബും ഒരു സ്റ്റഡി ടേബിളും നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. മിനിമൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. വുഡ് പ്ലസ് ഓഫ് വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല രസത്തിൽ ആ ഒരു ഫുൾ വാളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്.
നേരെ ഓപ്പോസിറ്റ് അപ്സ്റ്റെയർത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നുണ്ട്. നമുക്കൊന്ന് കാണാം. 12-13 സൈസിലാണ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് കർട്ടൻസ് ആണ്. ഇവിടെയാണ് നമ്മുടെ ഒരു ബെഡ് വരുന്നത്. ക്യൂൻ സൈസ് ബെഡാണ്. 5 അടി കട്ടിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു ഇമ്പോർട്ടഡ് ഫിനിഷിൽ വരുന്ന റെക്സിൻസ് ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക് വാളിൽ പാനലിംഗ് ചെയ്തിരിക്കുന്നു. രണ്ട് ഭാഗത്തും വെനീർ ചെയ്തിട്ടുണ്ട്. വെനീറിന്റെ ഉപയോഗം നല്ല രീതിയിൽ ഈ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വുഡൻ ഷെയ്ഡൊക്കെ ചെയ്തത് വെനീർ ഉപയോഗിച്ചിട്ടാണ്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതേപോലെ ഒരു സ്റ്റഡി ടേബിൾ, മുകളിൽ ഒരു നിഷ് നൽകിയിരിക്കുന്നു, സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. സെപ്പറേറ്റ് ഒരു വാർഡ്രോബ് ഏരിയ ആണ് ഈ ഒരു റൂമിന് നൽകിയിരിക്കുന്നത്. ഇവിടെ ഭിത്തിക്കകത്തേക്ക് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഗ്രേ പ്ലസ് വുഡൻ വാർഡ്രോബ് യൂണിറ്റ് നൽകിയിരിക്കുന്നു. ഒരു മിറർ യൂണിറ്റ് ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്നു. ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇവിടെ നൽകിയിരിക്കുന്നു. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടിരിക്കുന്ന ആ സിമിലർ കോപ്പി തന്നെ ഫസ്റ്റ് ഫ്ലോറിലും വന്നിരിക്കുകയാണ്. ഇത്രയൊക്കെയാണ് ബെഡ്റൂമുകളുടെ വിശേഷം. ഇനി ഇവിടെ ഒരു ബാൽക്കണിയും ടെറസ് ഏരിയയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ടെറസ് ഏരിയ. ഒരു ഔട്ട്ഡോർ ഫർണിച്ചർ ഒക്കെ നൽകി സെറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു ടെറസ് ഏരിയ ആണ്. ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിലെയാണ് നമുക്ക് വീടിന്റെ ടെറസിലേക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ആ പോകുന്ന വഴിക്ക് ഇതേപോലെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് അടിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്കിപ്പോൾ അയൺ ടേബിൾ ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഇതേപോലെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഉപയോഗപ്പെടും. മാത്രമല്ല നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ, അത്യാവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ കൂടെ ഇതുപോലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടെങ്കിലും നല്ലതാണ്. ഇതാണ് ടെറസ് ഏരിയ. നമ്മുടെ വീട്ടിലൊക്കെ ടെറസ് കാണും. ആ ഒരു ടെറസ് സ്പേസ് നമ്മൾ വെറുതെ പാഴാക്കി കളയാ ചെയ്യുക. അതിന് പകരം ഇതേ രീതിയിൽ ഒരു ഔട്ട്ഡോർ ഫർണിച്ചറുകളും പ്ലാന്റുകളൊക്കെ നൽകി സെറ്റാക്കി വെക്കാൻ നമുക്ക് സാധിക്കും. ഇവിടെ നോക്കി ഇതേപോലെ ഒരു കബോർഡൊക്കെ നൽകിയിട്ടുണ്ട്. അവിടെ ഒരു സിങ്കും കെറ്റിൽ നൽകാൻ ആവശ്യമായിട്ടുള്ള ലൈറ്റ് പോയിന്റും, ഒരു ഈവനിങ് മൂഡ്, ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് തന്നെ നമുക്ക് ചായ ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വൈബ് ഏരിയ ടെറസിൽ നൽകിയിട്ടുണ്ട്. വീടിന്റെ ഫ്രണ്ടിൽ നൽകാത്ത എന്താ വെച്ചാൽ ഓപ്പൺ ബാൽക്കണിയിൽ നിന്ന് ചെയ്യുമ്പോൾ റോഡുമായിട്ട് ആക്സസ് വളരെ അടുത്തായതുകൊണ്ട് പ്രൈവസിയുടെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ബാൽക്കണി ചുമ്മാ ഒരു ബാൽക്കണി ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ടെറസിലാണ് ഇവിടെ സെറ്റിങ്സുകളൊക്കെ ചെയ്തിരിക്കുന്നത്. എന്നാലും നമുക്ക് ഈ ബാൽക്കണി ഒന്ന് കാണാം. ഇതാണ് ഈ വീട്ടിലെ ബാൽക്കണി സ്പേസ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്സൈഡുള്ള കാഴ്ചകളൊക്കെ കാണാം. റോഡിലേക്ക് നല്ല രീതിയിൽ വിസിബിലിറ്റി ഉണ്ട്. ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന സെറാമിക് ഓടുകളൊക്കെ ഇവിടുന്ന് ശരിക്കും കാണാൻ സാധിക്കും. ഫ്ലാറ്റ് ടൈപ്പ് ഡാർക്ക് ടോണിൽ വരുന്ന ഓടുകളാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് ഈ ഓടുകൾ വിരിച്ചിരിക്കുന്ന കാണാൻ വേണ്ടി. പുറത്തുനിന്ന് കാണുന്ന സമയത്തും വീടിന് നല്ല ഭംഗി നൽകാൻ ഓടുകൾ സഹായിക്കുന്നുണ്ട്. സോ ഇത്രയൊക്കെയാണ് മെഹഫിൽ വില്ലയുടെ വിശേഷങ്ങൾ. 4 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള കൊളോണിയൽ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് മെഹഫിൽ വില്ല. പ്രത്യേകിച്ചും ഇതിൻ്റെ ആർക്കിടെക്റ്റിനെ നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്. ഇത്രയും മനോഹരമായിട്ട് ഈ വീടിൻ്റെ പ്ലാനിങ്ങും ഇൻറ്റീരിയറും ഹെവി ക്വാളിറ്റിയിൽ തന്നെ ചെയ്യാൻ ആർക്കിടെക്റ്റിന് സാധിച്ചിട്ടുണ്ട്. ആർക്കിടെക്റ്റിൻ്റെ വർക്കുകൾ ഞാൻ ഒന്നുകൂടെ പറയാം. നമുക്ക് ഇതേപോലെ ഒരു വീട് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലാനിങ് മുതൽ ടേൺ കീ വരെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ നല്ലൊരു ആർക്കിടെക്റ്റിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ അവരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞാൽ ഇനി ഇൻറ്റീരിയർ മേക്ക് ഓവർ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനും സൂപ്പർവിഷനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു ആർക്കിടെക്റ്റിനെ നിങ്ങൾക്ക് നോക്കാം. അല്ലെങ്കിൽ കംപ്ലീറ്റ് ആർക്കിടെക്ചറൽ കൺസൾട്ടൻസി എന്നുള്ള രീതിയിൽ ഓൾ കേരള ലെവലിൽ ഇവരുടെ ആർക്കിടെക്ചറൽ സേവനങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. മലപ്പുറത്ത് മഞ്ചേരി ബേസ്ഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. MR അസോസിയേറ്റ്സ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര് വരുന്നത്. പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ആർക്കിടെക്ട് മുഹമ്മദ് റഷീഖ് ആണ്. സോ ഇവരുടെ കോൺടാക്ട് നമ്പർ, ഓഫീസ് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകുന്നുണ്ടാവും. ഇൻസ്റ്റാഗ്രാം പേജും അതേപോലെയുള്ള സോഷ്യൽ മീഡിയ ലിങ്കുകളും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കാണാം. അവരെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ ലിങ്കുകൾ ഉപയോഗിക്കാം. നേരിട്ട് വിളിച്ചിട്ട് സംസാരിക്കാം. മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ നല്ല വീടുകളെ സ്നേഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റുകളിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക്